വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കുക്ക് ചെയ്യാത്ത ബേക്ക് ചെയ്യാത്ത ഒരു അടിപൊളി ഓറിയോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വ്ലോഗിൽ ഷെയർ ചെയ്യുന്നത്. അതുപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓറിയോ ന്യൂട്ടല്ല പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 3 പാക്ക് ഓറിയോ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു പാക്കിൽ 4 വീതമാണ് ഉള്ളത്. ഇതെല്ലാം കൂടി പൊട്ടിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ശേഷം അതിനുള്ളിലെ വൈറ്റ് ക്രീമിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എല്ലാം മാറ്റി കൊടുത്തു കഴിഞ്ഞു. ബ്ലാക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ക്രീം മറ്റൊരു പാത്രത്തിലും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലാക്കിയ ശേഷം ഒരു റോളർ യൂസ് ചെയ്തിട്ട് പൊട്ടിച്ചെടുക്കുകയോ ചെയ്യാം. മിക്സി കൊണ്ട് പൊടിക്കരുത്, കാരണം കുറച്ച് ക്രഞ്ചി ആയിട്ട് കടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഒരു ചെറിയ ബൗളിൽ 2 ടേബിൾ സ്പൂൺ വാട്ടറും 1/2 ടീസ്പൂൺ ജലാറ്റിനും ചേർത്ത് പൊതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട്. പ്രിസ്റ്റിന്റെ ചാമ്പ്യൻ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിപ്പിംഗ് ക്രീം ട്രോപ്പലൈറ്റ് അല്ലെങ്കിൽ റിച്ചിന്റെ ആണ്. പക്ഷെ ഹോം മെയ്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ എപ്പോഴും നല്ലത് ട്രോപ്പലൈറ്റിന്റെ വിപ്പിംഗ് ക്രീമാണ്. നല്ല ക്രീമാണ്, നല്ല ടേസ്റ്റ് ആണ്. ഇവിടെ ഈ സമയം അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നതിന്റെ മുന്നേ ഫ്രീസറിൽ നിന്ന് 2 മണിക്കൂർ പുറത്ത് വെക്കുക, അല്ലെങ്കിൽ തലേ ദിവസം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തത്. വിപ്പിംഗ് ക്രീം ഏത് സമയത്താണ് ബീറ്റ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ ആവശ്യത്തിന് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം. എന്നാൽ ഓവർ തണുപ്പ് പോകാനും പാടില്ല. ലൂസായ ഉടനെ തന്നെ തണുപ്പ് പോകുന്നതിന് മുന്നേ തന്നെയാണ് കറക്റ്റ് ബീറ്റ് ആകല്. ഈ സമയം ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾ കാണാൻ കഴിയും കുറച്ച് കട്ടയായിട്ട്. ഈ സമയം ഒരിക്കലും നമ്മൾ ബീറ്റ് ചെയ്യരുത്, അതിൽ ബബിൾസ് വരാൻ സാധ്യത ഉണ്ട്. ജലാറ്റിനൊക്കെ പൊതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കി എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഓവർ ചൂടായി കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് കുറഞ്ഞ് ജലാറ്റിൻ പാനിൽ ഒട്ടിപ്പിടിക്കും. ശേഷം 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോ സ്പീഡിൽ നിന്നും ഹൈ സ്പീഡിലേക്ക് മാറ്റിയാണ് ബീറ്റ് ചെയ്യേണ്ടത്. ഇടയ്ക്കൊന്ന് സ്പാച്ചിൽ വെച്ച് സൈഡിലുള്ളത് സെൻറ്ററിലേക്കാക്കി വീണ്ടും ബീറ്റ് ചെയ്യണം. ഓവർ ബീറ്റ് ആകരുത്. ഇതുപോലെ സ്പാച്ചുലയിൽ കുറച്ച് ലൂസ് ടൈപ്പ് ക്രീം ആയിരിക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലസ് നേരത്തെ മാറ്റി വെച്ച ഓറിയോയുടെ ഉള്ളിലുള്ള ഫില്ലിങ്സും ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതിനെ ബീറ്റ് ചെയ്തെടുക്കുക. ശേഷം മാറ്റി വെച്ച ഓറിയോ ക്രംസും കൂടെ ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചൂടാക്കി വെച്ച ജലാറ്റിനും കൂടെ ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. ജലാറ്റിൻ ചെറിയ ചൂടുണ്ടായിരിക്കണം ഈ സമയത്ത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, കാരണം വിപ്പിംഗ് ക്രീം നല്ല തണുപ്പായിരിക്കും. അതിൽ ചൂടില്ലാത്ത ജലാറ്റിൻ ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആകാതെ ചെറുതായിട്ട് കട്ട കുത്തിയിട്ടിരിക്കും. ഇനി ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതിനെ ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കുക. 24 hours ഒരു ദിവസം മുഴുവൻ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ജലാറ്റിൻ ചേർത്തത് കൊണ്ട് കറക്റ്റ് കട്ട് ചെയ്യുന്ന രീതിയിലാകണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷമാണ് ഞാൻ മുകൾ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. അതിന് കാരണം മുകളിൽ കൊടുക്കുന്ന ഡെക്കറേഷൻസ് തണുത്ത് പോകാതെ ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ക്രഞ്ചി ആയിട്ടിരിക്കാനുമാണ്. പുഡിങ്ങിന്റെ മുകൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗ് എടുത്തു. അത് വലിയ പൈപ്പിംഗ് ബാഗ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ന്യൂട്ടല്ല ആവശ്യത്തിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്ത് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ന്യൂട്ടല്ലയ്ക്ക് പുറത്തായിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓറിയോ ബിസ്ക്കറ്റും കൂടെ എടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് കളഞ്ഞ് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുത്തു. 24 മണിക്കൂറിന് ശേഷം പുഡിംഗ് എടുത്ത് ന്യൂട്ടല്ല വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തു. ചുറ്റിലുമായിട്ട് ഓറിയോ പൊടിച്ചതും കൂടെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ സെൻറ്ററിലായിട്ട് നമ്മുടെ സ്ട്രോബെറി കട്ട് ചെയ്തും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാൻ ഭംഗിയുള്ള ന്യൂട്ടല്ല ഓറിയോ പുഡിംഗ് ഇവിടെ റെഡിയായി. അപ്പോൾ ഉണ്ടാക്കി നോക്കി എല്ലാവരും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പുഡിങ് സ്പൂൺ വെച്ചിട്ടും അതുപോലെ കട്ട് ചെയ്തിട്ടും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. പുഡിങ് മാത്രമല്ല, ഒരു ഡെസേർട്ടായിട്ടും കേക്കിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ആയിട്ടും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി തന്നെ യൂസ് ചെയ്താൽ മതി. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈദ് മുബാറക്. താങ്ക് യു ഫോർ വാച്ചിങ്.